തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഈ കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ് യാഥാർത്ഥ്യമായതിനു ശേഷം തുടർച്ചയായി ഇത്തരം പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വരുന്നത് അനുചിതവും അനൗചിത്യവുമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ വിഷയം NDSAയുടെ പരിഗണനയിലാണ്, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലാണ്. പ്രത്യേകിച്ചും നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ മുമ്പ് പുറത്തു വന്ന ഇടക്കാല ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഉത്തരവിൽ പറഞ്ഞതായിട്ടുള്ള മേൽനോട്ട സമിതിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരേപോലെ തന്നെയുള്ള ഒരു തലത്തിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആ വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നടക്കേണ്ടത് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷനാണ്. സമഗ്രമായിട്ടുള്ള ഡാം സുരക്ഷാ പരിശോധനയാണ് നടക്കേണ്ടത്, CDSE എന്ന തലത്തിൽ. അപ്പോൾ ആ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് പാനൽ ഓഫ് എക്സ്പേർട്സ്, അതിവിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സമിതി രൂപീകരണം അതുൾപ്പെടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ സമിതിയുടെ രൂപീകരണത്തിൻ്റെ അവസരത്തിലാണ് മുൻ LDF ഗവൺമെൻറ് സമർപ്പിച്ചതായിട്ടുള്ള കേരളത്തിൻ്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി NDSA പിൻവലിക്കുകയും തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ വലിയ വിവാദമായി. അപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചു. ഗവൺമെൻറ് തലത്തിൽ തന്നെ കത്തിടപാടുകൾ നടന്നു. MP എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് പോയി അവിടെ കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നേരായ തരത്തിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം എന്താണോ പറഞ്ഞത്, ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയെ പിൻവലിച്ചത് ശരിയല്ല എന്നുള്ള ആ ഒരു വിയോജനം രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിൻ്റെ പ്രതിനിധിയെ തന്നാൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊള്ളാം എന്ന് പറയുകയും മറുപടി കത്ത് കേരള ഗവൺമെൻറ്റിന് നൽകുകയും ചെയ്തു. ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഈ കാര്യം വളരെ നല്ലവണ്ണം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പൊതുസമൂഹത്തിന് മുൻപിൽ അറിയിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൊണ്ട്, NDSA അറിയിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം കേരളത്തിൻ്റെ പ്രതിനിധിയെ ഉൾപ്പെടെ ഈ ഇൻഡിപെൻഡൻറ്റ് പാനൽ ഓഫ് എക്സ്പേർട്സിൽ അതിവിദഗ്ധരായിട്ടുള്ള സമിതിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിനിധിയെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സമഗ്ര സുരക്ഷാ പരിശോധന നടക്കാൻ പോവുകയാണ്. ആ സുരക്ഷാ പരിശോധനയിലാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ബോധ്യപ്പെടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കേരളം നടത്തിയിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ടുകൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാം വലിയ ഭീഷണിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. മാത്രമല്ല 130-ലധികം വർഷത്തെ പഴക്കമുണ്ട്. കാലപ്പഴക്കം ചെന്ന ഡാമുകൾ അത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും എന്താണ് സ്ഥിതി എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ഇപ്പോൾ മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളം നശിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനകത്തൊന്നും രണ്ടാമതൊരു അഭിപ്രായം ആർക്കുമില്ല. അപ്പോൾ കേരളത്തിൻ്റെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുതിയൊരു ഡാം എന്നുള്ള ആ ഒരു തീരുമാനം നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ നിലപാടുമായി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു പ്രകോപനവുമില്ലാതെ പുതിയ ഗവൺമെൻറ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അവർ സൂചിപ്പിച്ചു പുതിയ ഡാം മുല്ലപ്പെരിയാറിൽ അനുവദിക്കില്ല. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ജലനിരപ്പ്, സുപ്രീം കോടതി അംഗീകരിച്ചതായിട്ടുള്ള ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തും എന്നുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മൾ പ്രതിഷേധിച്ചു. സ്വാഭാവികമായിട്ടും അത് പുതിയ ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് അതിൻ്റേതായ നിലയിൽ നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷേ ഇനി അത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് പ്രസംഗത്തിലും 152 അടിയാക്കി മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തും എന്ന് പറയുന്നത്, അത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അനുചിതവും അനൗചിത്യവുമാണ്. അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ചപ്പാത്ത് പ്രദേശത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി.
അപ്പോൾ പെരിയാറിലൂടെ ഏതെങ്കിലും തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി അതിതീവ്ര മഴയുണ്ടായാൽ വരുന്ന കൂടിയ അളവിലുള്ള വെള്ളം എത്രത്തോളം വിനാശകരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഉപ്പുതറ, അതോടൊപ്പം തന്നെ അയ്യപ്പൻകോവിൽ, അതോടൊപ്പം തന്നെ ഇടുക്കി ഡാമിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുന്ന ഓരോ മേഖലകളിൽ, പെരിയാറിൻ്റെ ഇരുകരകളിൽ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ മുതൽ ഇങ്ങ് പോന്നാൽ ആ ഉപ്പുതറയും അയ്യപ്പൻകോവിൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ, കാഞ്ചിയാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. അത് ഡാം തുറന്നു വിടുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിലൊരു വാട്ടർ ഫ്ലോ കൂടുതലായി വന്നാൽ തന്നെ പെരിയാറിൽ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ട് നമ്മുടെ അനുഭവമാണ്. അപ്പോൾ ഇനി മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ഉയർത്തി പുതിയൊരു ഭീഷണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാവുന്നതിന് അപ്പുറത്താണ്. കേരളം തകരും, ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ MP എന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഒരു കാരണവശാലും ഇനി അങ്ങനെയുള്ള പ്രസ്താവനകളോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ് വളരെ അവധാനതയോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിൻ്റെ മുൻപിലാണ്. ആ നിയമമനുസരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു പോകുമ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ ഡാമിൻ്റെ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റേതായ തരത്തിൽ ഇത്രയും കാലപ്പഴക്കവും അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ഭാവിയും എല്ലാം കരുതിക്കൊണ്ട് വളരെ ഉചിതമായൊരു തീരുമാനം NDSAയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിനും അത് മാത്രമേ മാർഗമുള്ളൂ, അതാണ് നിയമം. പക്ഷേ ആ നിയമത്തിനപ്പുറത്തേക്ക് കടന്ന് ഞങ്ങൾ 152 അടി, ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിന്നൊക്കെ പോയി. എന്നുവെച്ചാൽ സുപ്രീം കോടതി തന്നെ പുതിയ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയപ്പോൾ ആ നിയമത്തിന് വിധേയമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ